ഒരു ദിവസം മാൾഡീവ്സിലൊരു റിസോർട്ടിൽ എങ്ങനെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു എന്ന് നമുക്കൊരു ചെറിയൊരു വീഡിയോ കണ്ടാലോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഷോർട്ട് വീഡിയോസ് ഇടാറുണ്ട്, ബട്ട് ആക്ച്വലി ഐ എം നോട്ട് കൺസിസ്റ്റൻറ്റ്. ഈ ക്ലിപ്പ് വഴി നമ്മുടെ റിസോർട്ട് റൂമും മറ്റടുത്ത ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഞങ്ങൾ സ്റ്റേ ചെയ്തത് ഒരു സുപ്പീരിയർ ബീച്ച് ബംഗ്ലോ കേട്ടോ. അതായത് നമ്മുടെ റൂമിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു ബീച്ചായിരിക്കും. അപ്പോൾ രാവിലെ നമ്മൾ ആ ഡോറ് തുറന്ന് പോയാലുള്ള നേരെ കാഴ്ചയാണിത്. ഏർലി മോർണിംഗ് ഒരു 8 o'clock ഒക്കെ ആയിട്ടുണ്ടാവും. ടൈം 8:45 ആയി. 9:30 വരെയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബുക്ക് അലൗഡ് ആയിട്ടുള്ള ടൈം. സോ യെസ്, ഈ കാണുന്ന റെസ്റ്റോറൻറ്റ് നാട്ടോ നമ്മൾ കഴിക്കാൻ പോകുന്നത്. അതാണ് സമുഖ റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് ഫുൾ ബോർഡ് പാക്കേജാണ്. അതായത് ഒരു ഡേയിൽ 3 മീൽസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പാക്കേജാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ റെസ്റ്റോറൻറ്റ് കൂടാതെ വേറെ റെസ്റ്റോറൻറ്റും കഫേ എല്ലാം ഈ പ്രോപ്പർട്ടിയുടെ അകത്ത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പം ഒരു മിക്സ്ഡ് ക്യുസൈനാണ്. നമുക്ക് ഇന്ത്യൻ ഫുഡ് ഉണ്ടായിരുന്നു, മോൾഡീവിയൻ ഉണ്ട്, കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യാം. പിന്നെ ലൈവ് കൗണ്ടേഴ്സ് ഉണ്ട് ഈ ഓംലെറ്റും കാര്യങ്ങൾക്കും സാൻഡ്വിച്ചിനും പിന്നെ പാൻ കേക്ക് എല്ലാം. അപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അവർ നമുക്ക് ചെയ്തു തരും. പിന്നെ കൂടാതെ ഫ്രൂട്ട്സും സീസണൽ ഫ്രൂട്ട്സ് ആൻഡ് ഡെസേർട്ട്സും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ് വിത്ത് ടീ ആൻഡ് കോഫി. അതായത് നമുക്ക് ആവശ്യമുള്ള എല്ലാ ഫുഡും നമ്മുടെ ഇഷ്ടത്തിന് വയറ് നിറച്ച് അൺലിമിറ്റഡ് ആയിട്ട് നമുക്കെടുത്ത് കഴിക്കാം. ഈ പ്രൊവൈഡഡ് ജ്യൂസ് അല്ലാതെ മറ്റ് ബെവറേജസും ആൽക്കഹോളൊന്നും ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. അതിന് നിങ്ങൾ ഐദർ ഓൾ ഇൻക്ലൂസീവ് പാക്കേജ് ഓർ എൽസ് നമ്മൾ കഴിക്കുന്നതിന് നമുക്ക് പേ ചെയ്ത് അങ്ങനെ എടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. പിന്നെ ബേസിക്കലി ഇവിടെ ചൂടായതുകൊണ്ട് ഈ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളും എല്ലാവരും മാക്സിമം ഇങ്ങനെ ഓല മേഞ്ഞ ഒരു ആർക്കിടെക്ചർ ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു തണുപ്പും കാര്യങ്ങളും അവിടെ ഉണ്ടാവും കേട്ടോ. ഇതാ നമ്മുടെ ബീച്ച് കണ്ട എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂ കളറിലാണ് കിടക്കുന്നത് നോക്കിയേ. കിട്ടുമ്പോൾ അനങ്ങാതിരിക്കും കേട്ടോ. ജീവിക്കാൻ പഠിച്ചു തരാം. നോക്കണേ, കണ്ടോ എൻ്റെ കൈയും കാലൊക്കെ ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. ഫോക്കസ് ആവും. കണ്ടോ കണ്ടോ കണ്ടോ. സവിമോൻ്റെ ഫേവറേറ്റ് ആളെ കിട്ടിയിട്ടുണ്ട്. പൂച്ചപ്രേമിയാണ് സവി. ഞങ്ങളുടെ റൂം കിട്ടിയ ലൊക്കേഷൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ബിക്കോസ് കുറച്ച് ട്രീസ് ഉള്ള കാരണം നല്ല തണലും ഉണ്ട്. അറ്റ് ദ സെയിം ടൈം നമുക്ക് ബീച്ച് വ്യൂവും നല്ലപോലെ ഉണ്ട്. സോ ഇവിടുന്ന് അവിടെ ബീച്ചാണ്. ഇനി ഇവിടെ നോക്കിയാൽ ദിസ് ഈസ് എ റൂം 344. നമ്മൾ നേരത്തെ കണ്ടില്ലേ അതിൻ്റെ അകത്ത് ആൾക്കാർ കാണും. എല്ലാം അത് പോയി ചത്തുപോയ ആൾക്കാരാണ്, മരിച്ചുപോയി എല്ലാവരും. കൂടുതൽ തിരക്കാണെങ്കിൽ തിരിച്ച് ബീച്ചിൽ വരും. കാര്യം ബീച്ച് നല്ല കാമായിട്ട് കിടക്കും. അല്ല കൂടുതൽ തിരക്കില്ലെങ്കിൽ ചാടാൻ വേണ്ടി വേണം. നല്ല വെയിലാട്ടോ. ഇത് നമ്മുടെ പ്രോപ്പർട്ടിയിലുണ്ടായിരുന്ന ചെറിയൊരു പൂളാട്ടോ. എൻലെസ് ബ്ലൂ എന്ന് വേണേൽ പറയാം. അത്ര അടിപൊളി വ്യൂ ആയിരുന്നു. കുറച്ച് ഫോട്ടോസും പിന്നെ റിസോർട്ടൊക്കെ ഒന്ന് ഫുള്ള് ചുറ്റി നടന്ന് കാണാനൊക്കെ ആയിട്ട് പോവാണ്. സോ ഐ ഷൂട്ട് ഓൺ ദ വേ. സബി മോനെ റെഡി ആയിട്ടുണ്ട്. സബി കം 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 ബാക്കിൽ നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് സമ്മർ ഐലൻഡ് റിസോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടിയിലാണ് കേട്ടോ. ഇത് ഞങ്ങൾ റിസൈഡ് ചെയ്യുന്നത് കുലുമാലയിലാണ്. ലൈക്ക് നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയായ മാലയിൽ നിന്നൊരു ഫ്യൂ കിലോമീറ്റേഴ്സ് അപ്പുറമുള്ള ഒരു ഐലൻഡിലാണ് നമ്മൾ റിസൈഡ് ചെയ്യുന്നത്. അവിടെയാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് ഒരു 40 to 60 minutes ഡിപ്പെൻഡ്സ് ഓൺ ദ ലൈക്ക് സീ കണ്ടീഷൻ അനുസരിച്ചിട്ട് അത്രയും ടൈം എടുക്കും നമ്മളിവിടെ റീച്ച് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഐലൻഡ് ഈ ഒരു പ്രോപ്പർട്ടിയിലാണ് നമ്മൾ ഈ വെക്കേഷന് വേണ്ടി വന്നേക്കുന്നത് കേട്ടോ. 2 nights 3 days നമ്മൾ വന്നത്. ഷേർലി ചെക്കിൻ അവൈലബിൾ ആയാറ് ഞങ്ങൾ ഇന്നലെ മോർണിംഗ് എത്തി. അപ്പോൾ ഇവിടെ പല കാറ്റഗറീസ് ഓഫ് റൂംസ് ഉണ്ട്. ലൈക്ക് ബീച്ച് ബംഗ്ലോസ് ഉണ്ട്, ബീച്ച് വില്ലാസ് ഉണ്ട്, പിന്നെ സുപ്പീരിയർ വിസ്റ്റ. ലൈക്ക് ഇതൊക്കെ സുപ്പീരിയർ വിസ്റ്റയാണ്. ലൈക്ക് 2 floor ആയിട്ടുണ്ടാവും. അപ്പ് ആൻഡ് ഡൗണിൽ റൂംസ് ഉണ്ടാവും. ദെൻ പ്രീമിയം ബീച്ച് വില്ലാസ്, വാട്ടർ വില്ലാസ്, അങ്ങനെ ഒരു കുറേ വെറൈറ്റീസ് ഓഫ് റൂം കാറ്റഗറീസ് ഇവിടെ ഉണ്ട്. അപ്പം ബേസിക്കലി എല്ലാത്തിനും നമുക്ക് ഡയറക്റ്റായിട്ട് ബീച്ച് ആക്സസും ഉണ്ടാവും. ഇതാട്ടോ ഇവരുടെ മെയിൻ റിസപ്ഷൻ. അപ്പം നമ്മൾ വന്ന് ഇവിടെ നിന്നായിരിക്കും നമ്മൾ റിസീവ് ചെയ്യുന്നത്. ചെക്കിനും മറ്റു ഡീറ്റെയിൽസൊക്കെ കഴിഞ്ഞാൽ ഈ ഒരു റിസോർട്ട് ടൂറൊക്കെ നമുക്കൊന്ന് മൊത്തത്തിൽ പറഞ്ഞു തരും. മറ്റ് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ട് ഇവിടുന്ന് അവർ നമ്മളെ റൂമിലോട്ട് ട്രാൻസ്ഫർ ചെയ്യായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഈ ഒരു കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ആട്ടോ നമ്മുടെ സ്പീഡ് ലോഞ്ച് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എത്തിയിട്ട് നടന്ന് ഇവിടെ എത്തും. മെയിൻ റിസപ്ഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്തു. ദെൻ ദേ വിൽ ടേക്ക് അസ് ടു അവർ റൂം.
ഞങ്ങളുടെ റൂം ആക്ച്വലി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ദൂരെയാണ്. കാര്യം ഇതിൻ്റെ അകത്ത് കുറേ റൂംസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം വലിയൊരു പ്രോപ്പർട്ടിയാണ്. ഇനി എല്ലാം നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ ഒക്കെ ഭാഗത്ത് നോക്കുമ്പോൾ ഞങ്ങളുടെ റൂം അടുത്താണ്. സോ ദിസ് ഈസ് ദ റിസോർട്ട് ദാറ്റ് വി ആർ സ്റ്റേയിങ്. ഇനി ഞാൻ മാൾഡീവ്സിലെ ഐലൻഡ്സിനെ പറ്റി ഞാൻ പറയാം. ചിലപ്പോൾ കുറച്ച് പേർക്ക് അറിയായിരിക്കും, പക്ഷേ എന്നോട് കുറേ പേര് സംശയമായിട്ട് ചോദിച്ചിട്ടുള്ളൊരു കാര്യം കേട്ടോ. അതായത് ഈ മാൾഡീവ്സിൽ 2 ടൈപ്പ് ഓഫ് ഐലൻഡ്സ് ഉണ്ട്. ഒന്ന് ലോക്കൽ ഐലൻഡും ഒന്ന് റിസോർട്ട് ഐലൻഡും. ലോക്കൽ ഐലൻഡ് എന്ന് വെച്ചാൽ അവിടെ ലോക്കൽ പീപ്പിൾ താമസിക്കുന്നുണ്ടാവും, അവരുടെ വീടുണ്ടാവും, അവരുടെ റീജിയണൽ ഹോസ്പിറ്റൽസും സ്കൂൾസും അവർക്ക് വേണ്ട പബ്ലിക് ഷോപ്പുകളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ടൂറിസ്റ്റായിട്ട് അവിടെ പോവാം, അവിടെ ഒരു ഗസ്റ്റ് ഹൗസിലൊക്കെ നിൽക്കാം, ആ ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാം. അത് കുറച്ചുകൂടി അഫോർഡബിൾ ഓപ്ഷനാണ്, ബട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം റിസോർട്ട് ഐലൻഡ് എന്ന് വെച്ചാൽ ഈ ഒരു പെർട്ടിക്കുലർ ഐലൻഡിൽ റിസോർട്ട് മാത്രമേ കാണുള്ളൂ. ഒരു പ്രോപ്പർട്ടി കാണും, അവരുടെ ഈ റൂംസ് കാണും, അവരുടെ റെസ്റ്റോറൻറ്റ് കാണും. അതായത് അവർ പ്രൊവൈഡ് ചെയ്ത അമ്യൂണിറ്റീസ് എല്ലാം കാണും. അത് നമുക്ക് ബുക്ക് ചെയ്ത് റിസർവ് ചെയ്ത് നമുക്ക് അവിടെ പോയി എൻജോയ് ചെയ്യാം. നോർമലി പബ്ലിക്കിന് അത് ഓപ്പൺ അല്ല എന്നർത്ഥം. അപ്പം നമുക്ക് നമ്മുടേതായ ഒരു സ്പേസ് അവിടെ കുറച്ചും കൂടെ കിട്ടും. രണ്ടിടത്ത് പോയാലും നമുക്കിനി വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും, പക്ഷേ ഇങ്ങനെ ഒരു പ്രൈവറ്റ് ബീച്ച് പോലെ നമുക്കൊരു ആക്സസ് റിസോർട്ടിലേക്ക് കിട്ടുള്ളൂ. ഇങ്ങോട്ട് ഇതേ ട്രാൻസ്പോർട്ട് സ്പീഡ് ലോഞ്ച് പോലെ തന്നെ സീ പ്ലെയിൻ ട്രാൻസ്ഫറും ഉണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് മാൾഡീവ്സിൽ വന്ന് ഈ വെള്ളം കാണുമ്പോൾ എനിക്കുണ്ടായ ഫീലിംഗ് ഉണ്ട്. ദാറ്റ്സ് ഡിഫറെൻറ്റ്. പിന്നെ ചൂടാണെങ്കിലും ഇങ്ങനത്തെ വഴിയിൽ നടക്കാൻ കുഴപ്പമില്ല കേട്ടോ, ബിക്കോസ് കുറേ മരങ്ങളൊക്കെ ഒന്നുണ്ട്. സി, നമുക്ക് ചൂട് ഡയറക്റ്റ് അടിക്കില്ല. പക്ഷെ നമ്മൾക്ക് ആ ഒരു ബീച്ച് വ്യൂ കാണാനായിട്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് കുറച്ച് പിക്ചേഴ്സൊക്കെ എടുക്കാമെന്ന് വെച്ച് പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഈ ടൈമിൽ. ബട്ട് സ്റ്റിൽ ഞാൻ കുറച്ച് തിരക്കില്ല. എന്താ എൻ്റെ വ്ളോഗുമായി സാബിക്കും പേജുണ്ട്, നിങ്ങൾ രണ്ടുപേരും തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ രണ്ടുപേരും കൺസിസ്റ്റൻ്റ് അല്ല. സാബി തീരെ കൺസിസ്റ്റൻ്റ് അല്ല. അപ്പോൾ സാബിയുടെ പേജസ് എന്താ ദ റോ ലൈഫ് ക്രോണിക്കിൾസ്. അതായത് ദ റോ ലൈഫ് ക്രോണിക്കിൾസ് മീൻസ് സാബി ഇങ്ങനെ സംസാരിക്കില്ല, റിയൽ ആൻഡ് റോ ആയിട്ട് ആ ഒരു എൻവയോൺമെൻറ്റിൽ എന്താ നടക്കുന്നത് എന്നുള്ളത് റിയൽ ലൈഫ് ഓഡിയോയിൽ സാബി പോസ്റ്റ് ചെയ്യും. ലൈക്ക് വിത്തൗട്ട് നോ ട്രെൻഡിങ് ഓഡിയോ, വിത്തൗട്ട് എനി വോയിസ് ഓവർ ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്. വാട്ട് ഈസ് ഹാപ്പനിങ് അറ്റ് ദാറ്റ് മൊമെൻറ്റ്, ആ റിയൽ ലൈഫ്. അതാണ് സാബിയുടെ പേജിൻ്റെ കോൺസെപ്റ്റ്. സോ യു ക്യാൻ ഫോളോ, ലൈക്ക് യു ക്യാൻ സബ്സ്ക്രൈബ് മൈ പേജ് ആൻഡ് ഹിസ് പേജ്. ഞാൻ ശ്രമിക്കുന്നത് കുറച്ച് വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറയാനാണ്. അറ്റ് ദ സെയിം ടൈം സാബ് ഈസ് ലൈക്ക് ഗോയിങ് വിത്ത് റിയൽ ആൻഡ് റോ കണ്ടൻറ്റ്സ്. ഇതിൻ്റെ ഇടയ്ക്ക് ലഞ്ച് ടൈം ആയപ്പോൾ നമ്മൾ പോയി ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് കൂടാതെ ഞാൻ ഈ പറഞ്ഞ പോലെ റിസോർട്ടിൻ്റെ അകത്തുള്ള മറ്റ് ഫെസിലിറ്റീസാണ്. ഇത് ഡിപ്പെൻഡിങ് ഓൺ ദ റിസോർട്ട് യു ആർ ടേക്കിംഗ് ഇത് മാറാം, വേരി ചെയ്യാം. പക്ഷേ മോസ്റ്റ്ലി എല്ലായിടത്തും കാണും ഇങ്ങനൊരു ബാഡ്മിൻ്റൺ കോർട്ട് കാണും, ഒരു ടേബിൾ ടെന്നീസ് കോർട്ട് കാണും, ഒരു 24 hour ആക്സസ് ഉള്ള ജിം ഉണ്ടാവും, ചെറിയൊരു ബൊട്ടീക്ക് ഉണ്ടാവും, പിന്നെ കുറച്ച് ഇൻഡോർ ഗെയിംസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. നമ്മുടെ ഈ ബിസി ലൈഫിനിടയിൽ ആകെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിട്ടിരിക്കുമ്പോൾ നമുക്കൊരു റിലാക്സേഷന് വേണ്ടിയിട്ട് വരാൻ പറ്റിയ ഡെസ്റ്റിനേഷനാണ് മാൾഡീവ്സ്. നമ്മൾ പീസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു ബ്രേക്കൊക്കെ വേണം തോന്നിക്കഴിഞ്ഞാൽ യു ക്യാൻ കം ഹിയർ. നമുക്കത് ഇവിടെ നിന്ന് കിട്ടും ഫോർ ഷുവർ. ഇതൊന്നും ഇത് ചെക്കൗട്ട് ചെയ്ത ആൾക്കാരുടെ ലഗേജ് അല്ലെങ്കിൽ മേ ബി ചെക്ക് ഇൻ ചെയ്ത ആൾക്കാരുടെ ലഗേജ് ആയിരിക്കാം റൂമിലോട്ട് കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നത്. ഇവരുടെ യൂണിഫോം ആക്ച്വലി ലൈക്ക് ദ സ്റ്റാഫ്സ് യൂണിഫോം ഹിയർ. ബാക്കിൽ നോക്കിയത് പാൻറ്റും ഫ്രണ്ടിൽ നോക്കിയത് പാവാടിയുമാണ്. അങ്ങനെ ഞങ്ങൾ നടത്തം തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ പോകുന്ന വഴിയിൽ നമ്മൾ ചെറിയൊരു ലോഞ്ചും ആ വഴിയിലുണ്ടായിരുന്ന ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റൊക്കെ കണ്ടു. ഇതിനോടടുത്ത് തന്നെയായിരുന്നു അവരുടെ വാട്ടർ വില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് പോയി വാട്ടർ വില്ലയും കണ്ടു. അവിടെ വെള്ളം കുറച്ചുകൂടെ നല്ല ക്ലിയർ ആയിട്ട് കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ഫിഷസിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു, പക്ഷേ അത് ക്യാമറയിൽ അത്രത്തോളം ക്ലിയർ ആയിരുന്നില്ല. പക്ഷേ ഈ വെള്ളത്തിൻ്റെ കളർ കണ്ടോ നിങ്ങൾ, വളരെ ലൈറ്റായിട്ട്. ഇത് ഭയങ്കര ഷാലോ ആയിട്ടുള്ളൊരു സ്പേസ് ആട്ടോ, മീൻസ് തീരെ ആഴമില്ല, നമുക്ക് ഈസി ആയിട്ട് ഇറങ്ങാം. ഈ കടലിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം ബ്ലൂ ഡാർക്ക് ആവുന്നതിനനുസരിച്ച് ഒരു ഡെപ്ത് കൂടുതലാണ് കേട്ടോ അർത്ഥം. ഇത് വളരെ ഷാലോ ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഹണിമൂണാണെന്നാണ് ഇവർ വിചാരിച്ചേക്കുന്നതെന്ന് തോന്നുന്നു. മേ ബി യാ. ഞങ്ങളിത് റൂം ലൈക്ക്
ക്ലീൻ ചെയ്യാൻ പറഞ്ഞ് തിരിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ റൂം ഡെക്കർ ചെയ്ത് വെച്ചേക്കും കേട്ടോ. വൈ എനിവേ ജസ്റ്റ് ലെറ്റ്സ് കൺഫേം വെദർ ഇറ്റ് ഇസ്. ഒരു ഉച്ച സമയമായിരുന്നു, അപ്പോൾ ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ടൈം ടു ടൈം ദാ ചേട്ടൻ വന്ന് പാവം ക്ലീൻ ചെയ്തൊക്കെ ഇടുന്നുണ്ട് എപ്പോഴും. കാര്യം ഇലകൾ വീഴുന്നതിനനുസരിച്ച് അത് ക്ലിയർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു സ്പേസ് ആട്ടോ അത്. പിന്നെ നമുക്കിവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഫ്രണ്ടിലിരിക്കുന്ന നമ്മുടെ സിറ്റ് ഔട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഈ 2 ചെയർ വിത്ത് ടേബിൾ, തന്നെ കൊട ഇൻ കേസ് ചൂടാണെങ്കിലും മഴയത്തും യൂസ് ചെയ്യാം. പിന്നെ 2 ബീച്ച് ബെഡ്സും തരും വിത്ത് ആ ചെയർ. അപ്പോൾ ഓരോ റൂമിനും അത് 2 വീതം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഞാൻ ഈ ഇരിക്കുന്ന ഒരു ചെറിയ സ്പേസും ഉണ്ട് കേട്ടോ. സോ ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തു, കുറച്ച് നേരം ഒന്ന് ഉറങ്ങി റിലാക്സ് ചെയ്തൊക്കെ ഇരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആട്ടോ. അതെനിക്ക് എങ്ങനെ പറയണമെന്നൊന്നും അറിയില്ല. അങ്ങനെ ഞങ്ങൾ ഈവനിങ് ആയപ്പോഴേക്കും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ നമുക്ക് ഈവനിങ് ടീയും ഈ ഒരു പാക്കേജിനൊപ്പം അവർ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അപ്പം നമ്മൾ ആ പോയ സമയത്ത് ആ കഫേയിൽ അവിടെയുള്ള ഒരു ചെറിയൊരു ലൈബ്രറി വിത്ത് കുറച്ച് ഇൻഡോർ ഗെയിംസും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട്. കാർഡ് ഗെയിംസും ഉണ്ട്, എല്ലാ ബില്ലിയാർഡ്സ് പോലത്തെ ഉള്ള മറ്റു കുറച്ച് ഗെയിംസും ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഗെയിംസൊക്കെ കളിക്കേണ്ട ആൾക്കാർക്ക് അതും ചെയ്യാം. ഒരു 5-5:30 വരെയൊക്കെ ഗെയിം കളിച്ചിട്ട് പിന്നെ നമ്മൾ ഒരു വ്യൂ കണ്ടുകൊണ്ടിരുന്ന ചായ കുടിക്കാമെന്ന് വെച്ചു. നമ്മുടെ ചായയും സ്നാക്സും റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചു. ഇങ്ങനെ വന്നപ്പോഴത്തേക്കും സൺസെറ്റിൻ്റെ ടൈമായി വരുന്നു. ലുക്ക് അറ്റ് ദാറ്റ് വ്യൂ ഗൈസ്. ഞാൻ രാവിലെ വന്ന റെസ്റ്റോറൻറ്റില്ല കേട്ടോ, ഇതുവരെ കഫേ ആൻഡ് ബാറാണ്. അപ്പോൾ ഇവിടെയാണ് അവർ ടീയും മറ്റു ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ, പിന്നെ നൈറ്റിലെ ഡിന്നറും ഇവിടെ നിന്നാണ് കേട്ടോ പ്രൊവൈഡ് ചെയ്യുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും സമുഖയിൽ നിന്നും കിട്ടും. ഇതാട്ടോ നമ്മൾ രാവിലെ ഇറങ്ങിയ പൂള്. ഇപ്പോൾ നമ്മൾ എന്തായാലും ഇറങ്ങാൻ പ്ലാൻ ഇല്ല, പക്ഷേ നല്ല ഭംഗിയില്ലേ കാണാൻ. പൂളും ബീച്ചും സൺസെറ്റെല്ലാം കൂടി കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഷവർ ഏരിയ, സോ യു ക്യാൻ ടേക്ക് എ ഷവർ ഫ്രം ഹിയർ. എന്നിട്ട് നേരെ ബീച്ചിൽ പോകുന്നു, പൂളിൽ പോകുന്നു, ചാടുന്നു. then again you can come back, ഷവർ എടുത്തിട്ട് നമുക്ക് തിരിച്ച് റൂമിലോട്ട് നടന്നു പോവാം. സോ ദിസ് ഈസ് ദി ഇൻഫിനിറ്റി പൂൾ. ക്രാബുകൾ പേടിയിട്ടുണ്ട്. Come to this side. സൺസെറ്റും കണ്ടുകൊണ്ട് നമുക്കൊന്ന് ബീച്ചിൽ ചാടാൻ ഞാൻ പെട്ടെന്ന് എനിക്കൊരു പ്ലാൻ വന്നു. ഓടിപ്പോയി ഞാൻ ഡ്രസ്സൊക്കെ മാറി നേരെ പോയി ബീച്ചിലങ്ങ് ചാടി. അപ്പം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ബേബി ഷാർക്കിനെ കണ്ടു കേട്ടോ. നമുക്ക് കുറേ ഫിഷസിനെ കാണാൻ പറ്റും ഇവിടെ. ബീച്ചിലെ കുളി കഴിഞ്ഞു, നമ്മൾ ആക്ച്വൽ കുളിയും കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കണം. ദെൻ മേ ബി വി ക്യാൻ ഗോ ഫോർ ദ ഡിന്നർ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഗെയിംസൊക്കെ കളിക്കാൻ പോവാം എന്നാണ് പ്ലാൻ. ദാറ്റ്സ് ഇറ്റ്. പിന്നെ നമുക്ക് ഒരു 9:30 ആഫ്റ്റർ 9:30 ഒരു DJ പാർട്ടിയും കൂടെ ഉണ്ടെന്ന്. നമ്മൾ കുളിച്ച് റെഡിയായി. നമ്മളിനി എന്ത് കഴിക്കാൻ പോവാ സാബി? ഇനി എന്ത് ചെയ്യാൻ പോവാ? ഡിന്നർ കഴിക്കാൻ പോവാ. കണ്ടോ, ഞങ്ങൾ പെയർ ചെയ്തിട്ടോ, മഞ്ഞയും പച്ചയും അറിയാതിട്ടതാ, പക്ഷെ അത് പെയർ ആയിപ്പോയി. പ്ലാൻഡ് അല്ല അല്ലേ? ഒട്ടുമില്ല. ഫ്രണ്ടിലുള്ള ചെറിയൊരു ലൈറ്റേ ഉള്ളൂ. അവിടെ ബീച്ചാണ്. നൈറ്റ് ക്യാമറ അത്ര പോരാ. 7 തുടങ്ങും, ടിൽ 9:30 ആകാ. ടിൽ 9:30 ഡിന്നറുണ്ട്. പിന്നെ നമ്മുടെ ഡിന്നർ ഷവർമ, ഫ്രൈഡ് ചിക്കൻ, മെഡിറ്ററേനിയൻ റൈസ്, ഗോബി മഞ്ചൂരിയൻ, ബിന്ദി കെ പ്യാസി ഓർ സംതിങ്, മയനീസ്, സുഷി. ഇന്ന് ക്രാബ് സ്റ്റിക്ക് സുഷിയാണ് എടുത്തേക്കുന്നത്. ഗ്രിൽഡ് ട്യൂണ, ദെൻ കുറച്ച് വെജീസ് ആൻഡ് സാലഡ്സ്, ബ്രിഞ്ചർ സാലഡൊക്കെ ഉണ്ട് കേട്ടോ. ദെൻ പൈനാപ്പിൾ ജ്യൂസ്. ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഞങ്ങൾ ചെറിയൊരു ഗെയിമൊക്കെ കളിച്ച് DJ കൂടെ കഴിഞ്ഞപ്പോൾ ബൈ ബൈ.